എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ED അന്വേഷണം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നു, വലിയ വിവാദങ്ങളൊക്കെ നടന്നു, കുറേ പേരുടെ അറസ്റ്റ് നടന്നു, ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണം, ED അന്വേഷണം CPM എന്ന് പറയുന്ന പാർട്ടിയെ ബാധിക്കില്ലേ? എങ്ങനെ ബാധിക്കാനാണ്? CPM-നെ ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. ഇതിനകത്ത് വരുന്ന എന്താ, CMRL എന്ന് പറയുന്ന ഒരു കരിമണൽ കമ്പനിയുമായി, കരിമണൽ ഖനന കമ്പനി, അവരുടെ ഒരു സഹോദര സ്ഥാപനമാണ് കരിമണൽ ഖനനത്തിനായിട്ട് നേരത്തെ വന്നിട്ടുള്ളത്. KRML അങ്ങനെ എന്തോ ആണ് ആ കമ്പനിയുടെ പേര്. അപ്പം ഇങ്ങനെ ഒരു ഇവർ കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പൈസ മുടക്കിയത് CPM-ലേക്കാണോ? അല്ല. പിണറായി വിജയനാണോ? അല്ല. എക്സാലോജിക് എന്ന് പറയുന്ന വീണ തൈക്കണ്ടിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇവർ ഫണ്ട് മുടക്കിയിട്ടുള്ളത്. അതായത് 2 കോടി രൂപ, 2.25 കോടി രൂപ എന്ന് വേണമെങ്കിൽ കണക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു തുക മുടക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ ഈ പറയുന്ന ശശിധരൻ കർത്ത എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ ഒരു ഡയറി ഉണ്ട്, പേഴ്സണൽ ഡയറി. ഈ പേഴ്സണൽ ഡയറി എടുത്ത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഡയറിക്കകത്ത് കുറേ അധികം ആൾക്കാരുടെ പേര് ഇനിഷ്യൽ മാത്രം എഴുതിയിട്ടുണ്ട്. PV എന്ന് എഴുതിയിട്ടുണ്ട്, KK എന്ന് എഴുതിയിട്ടുണ്ട്, RC എന്ന് എഴുതിയിട്ടുണ്ട്, OC എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ സിയുടെ കൂട്ടത്തിൽ KC ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇവർക്കെല്ലാം പണം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറേയധികം മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മാധ്യമ സ്ഥാപനം, പത്ര, ദൃശ്യ മാധ്യമങ്ങൾക്കടക്കം പണം ഈ CMRL കൊടുത്തിട്ടുണ്ട്. ചില ക്ഷേത്ര കമ്മിറ്റികൾക്ക് പണം നൽകിയിട്ടുണ്ട് ഈ ശശിധരൻ കർത്ത. അപ്പോൾ എന്ന് പറയുന്ന പിന്നെ രാഷ്ട്രീയ നേതാക്കൾ, ആശുപത്രികൾ എന്ന് വേണ്ട സകല എവിടെയൊക്കെ പണം മുടക്കാൻ കഴിയുമോ അവിടെയെല്ലാം ഈ ശശിധരൻ കർത്തയുടെ നേതൃത്വത്തിലുള്ള CMRL കമ്പനി പണം മുടക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഖനനം, ധാതു ഖനനം ആണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്ന് പറയുന്ന 2 ധാതുക്കളാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ കടത്തീരത്തുള്ളത്. അത് കൂടുതലും ഈ കൊല്ലം, ആലപ്പുഴ കടത്തീരങ്ങളിലാണ് ഈ കരിമണലിൻ്റെ ഈ ഒരു വലിയൊരു ഇതുള്ളത്, ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തീരുമാനമായി. അത് കേന്ദ്രത്തിൻ്റെ 2000-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ നേരത്തെ മുതൽ തന്നെ ഇങ്ങനെ ഈ പറയുന്ന കരിമണൽ എടുക്കുക, ഇതിനകത്ത് ഇൽമിനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങി വേർതിരിച്ച് KMML-നും IREL എന്ന് പറയുന്ന 2 കമ്പനികൾക്ക്, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, ഈ 2 സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് കരിമണൽ ഖനനം ചെയ്തോളൂ. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2004 കൂടിയായിരിക്കണം ഈ UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ CMRL എന്ന് പറയുന്ന കമ്പനി കൂടി വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അപ്പോൾ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കരിമണൽ ഖനനത്തിനുള്ള ഒരു ഇത് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായ സമയത്ത് ഇതിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം, ജനകീയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അതായത് ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ നിക്ഷേപം ഉണ്ടായി. അതിന് അന്നത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഈ ഇൽമിനൈറ്റ്, മോണോസൈറ്റ് നീ കരിമണൽ ഖനനം ചെയ്യുന്നു. അപ്പോൾ കരിമണൽ ഖനനം ചെയ്തിട്ട് ഇതിൽ നിന്നും കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട ഇൽമിനൈറ്റ്, മോണോസൈറ്റ് എന്നിവ വേർതിരിച്ചെടുത്തതിന് ശേഷം ഇതിന് ബാക്കി വരുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ബാക്കി വരുന്ന ഈ കരിമണലിൽ അത് വേർതിരിച്ചാൽ ബാക്കി വരും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന തോറിയം, അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അപ്പം അവരിതിനെതിരെ ശക്തമായി രംഗത്തേക്ക് വന്നു. അത് പറഞ്ഞു ഇതിൽ നിന്ന് തോറിയം എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും, തോറിയം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാവും. ഈ ഘടകം അടങ്ങിയ മണ്ണായിരിക്കും പിന്നീട് ഈ തീരദേശങ്ങളിൽ കൊണ്ടുവന്നിടുക. അപ്പം അത് കൂടുതൽ വികിരണത്തിന് സാധ്യതയുണ്ടാകും. ഈ തോറിയത്തിൽ നിന്നുള്ള വികിരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ കടപ്പുറത്ത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊരു ഇത് വന്നു. അതോടൊപ്പം ഈ IREL-ലും KMML-ലും ഓൾറെഡി തീരപ്രദേശത്തു നിന്ന് മണൽ ഖനനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൂടി ഈ പറയുന്ന കരിമണൽ ഖനനം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം, തീരശോഷണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒന്നാമത് തീരം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള, തോട്ടപ്പള്ളി വരെ ഉള്ള ഭാഗങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലെല്ലാം ഈ തീരശോഷണം സംഭവിക്കുന്നൊരു പ്രതിഭാസം കൂടിയുണ്ട്. അത് അവിടെ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴും ഇത് സമരം ഉണ്ടായി. പിന്നീട് 2023 കൂടി കേന്ദ്ര നിയമത്തിന് അനുസരിച്ചിട്ട് ഈ സ്വകാര്യ വ്യക്തികൾക്ക്, ആ സമയത്ത് ഈ CMRL-ന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ആ ഒരു സഹോദര സ്ഥാപനം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കമ്പനി, ആ കമ്പനിക്ക് ഉണ്ടായിരുന്ന അനുമതി സർക്കാർ കഴിഞ്ഞ 2021 ഡിസംബറോടുകൂടി ക്യാൻസൽ ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് CMRL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, അതായത് കർത്തയുടെ കമ്പനിക്ക് കേരളത്തിൽ ഒരു കാരണവശാൽ കരിമണൽ ഖനനം നടത്താൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയും സമരം ചെയ്യുകയും ചെയ്ത് നമ്മുടെ ഇടതുപക്ഷം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇടതുപക്ഷം എങ്ങനെ 2015, അതായത് UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ CMRL എന്ന് പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ടൈപ്പ് ആവുന്നത്.
എന്തോ സേവനത്തിന്. പക്ഷേ ഈ വീണ തൈക്കണ്ടിയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ ത്രൂ ബാങ്കാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ഇതുവഴി കൊടുക്കുമ്പോൾ അത് അക്കൗണ്ട് മണിയാണ്, അക്കൗണ്ടബിലിറ്റി ഉള്ള മണിയാണ്. അപ്പം ബാക്കി പിന്നെ പൈസ വാങ്ങി എന്ന് രമേശ് ചെന്നിത്തല സമ്മതിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എത്ര വാങ്ങി എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ അതോടൊപ്പം VD സതീശന് പണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് എത്രയാണെന്ന് അറിയില്ല. പിന്നെ OC എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി പണം വാങ്ങിയിട്ടുണ്ട്, അതും ഉണ്ട്. പക്ഷെ അത് എത്ര എമൗണ്ട് എന്ന് അറിയില്ല. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അടുത്ത വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന പല പേരുകൾ KK എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ്. പിന്നെ ഐക്യമുണ്ട്, ഇബ്രാഹിം കുഞ്ഞാണ്, ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ കുറെ അധികം ആൾക്കാരും ലീഗിൽപ്പെട്ടവരും കോൺഗ്രസിൽപ്പെട്ടവരും ഒക്കെ പണം വാങ്ങിയിട്ടുണ്ട്. UDF ഈ അന്വേഷണം വരാം, UDF നേതാക്കന്മാരിലേക്കും അന്വേഷണം വരാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് വാങ്ങിയ പണം എത്രയാന്നുള്ള കാര്യം ഇതുവരെ രേഖകളിലെങ്ങും ഇല്ല. അപ്പം ഇനി പറയേണ്ടതാരാ? എക്സാലോജിക്ക് അല്ലെ CMRLന്റെ നേതാവായ ഈ പറയുന്ന നമ്മുടെ കരിമണൽ കർത്ത പറയണം ആർക്കൊക്കെ ഞാൻ പണം കൊടുത്തിട്ടുണ്ട്, അത് എത്രയൊക്കെ കൊടുത്തു എന്ന് പുള്ളി പറഞ്ഞതാണ്. കാരണം ഈ വാങ്ങിയതിനുള്ള തെളിവ് ഇവരുടെ കയ്യിലില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാനിപ്പം പിന്നെ വിദ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങുന്നു, അപ്പൊ അത് അക്കൗണ്ടബിൾ മണിയല്ല. അതായത് ഇപ്പൊ എനിക്ക് കുറെ പൈസ ലിക്വിഡ് മണിയായിട്ട് എൻ്റെ കയ്യിൽ തരുന്നു. തന്നിട്ട് നാളെ ഒരു സമയത്ത് പറയാണ് എൻ്റെ കയ്യിൽ ഇത്ര ലക്ഷം വാങ്ങിയതിന്റെ തെളിവ് എൻ്റെ കയ്യിൽ ഇല്ല. നാളെ പറയാണ് ഞാൻ തന്ന ഇത്ര കോടി രൂപയാണ് എന്ന് വേറൊരു കേസ് വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. ഇത്ര കോടിയാണ് വാങ്ങിയത്, കാര്യം രേഖകളില്ലാതെ ഒരു തുക തന്നു. അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ടെങ്കിലും പരിശോധിക്കാം. അപ്പൊ ഈ പറയുന്ന ഒരു ആരോപണം ഈ ഒരു വാള് പോലെ ഈ മേലേക്ക് വന്ന് വീഴും എന്നുള്ളതാണ് ഇതിനകത്തിലൊരു യാഥാർത്ഥ്യം. അപ്പൊ ഇനിയും ഈ അന്വേഷണം തുടർന്ന് വരികയാണ്. പിന്നെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര ഒരു സിവിയർ ആയിട്ട് പോവും. വീണ തൈക്കണ്ടിയിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കും, അല്ലെ പിണറായി വിജയൻ അതിനകത്ത് കുറ്റക്കാരനാകും, പാർട്ടി പ്രതിരോധത്തിലാവും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള പ്രശ്നമാണ്. വീണ തൈക്കണ്ടിയിൽ എന്ന് പറഞ്ഞാൽ എക്സാലോജിക്കിന്റെ ഉടമയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെയാണ് പിണറായി വിജയനെ ബാധിക്കുന്നത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതിയല്ല, ബിനീഷ് കൊടിയേരിക്കെതിരായ ഒരു കേസ് വന്നു. ബിനീഷ് കൊടിയേരി കുറച്ചു കാലം ഇവിടെയായിരുന്നു, കർണാടക ജയിലിൽ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ട് പുള്ളിയെ പറഞ്ഞു വിട്ടു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ലോണ്ടറിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ, അതേ കോൺഗ്രസ്സുകാരനായിരുന്നേ. പിന്നെ വേറെ പ്രഫുൽ പട്ടേൽ, ഇവരെ ഒരുപാട് ആൾക്കാരെ എടുത്ത് പറയാനുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തിട്ട്? ഈ ഹിമന്ത് ബിശ്വ ശർമ്മ അസമിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആള് കോൺഗ്രസ്സുകാരനായിരുന്നു. എന്തുകൊണ്ടാണ് പുള്ളി BJPയിൽ അംഗത്വം എടുത്തിട്ട് ഇന്ന് അസമിന്റെ മുഖ്യമന്ത്രി ആയത്? ഇതെല്ലാം ഒരുതരം വിറപ്പിക്കലാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, ഞങ്ങളോട് അനുകൂലമായി നിന്ന് കഴിഞ്ഞാൽ ഈ കേസ് നമുക്ക് വേണ്ടാന്ന് വെക്കും. ഇതിനകത്ത് പിടിച്ച് ജയിലിലിടാനോ പിന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ പണം തിരിച്ചടക്കുകയോ അല്ലെങ്കിൽ ഈ പണം കണ്ടുകിട്ടുകയോ അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്വത്ത് കണ്ടുകിട്ടുകയോ ചെയ്ത കേസ് അവിടെ കഴിയുന്നു. അല്ല, അതിനപ്പുറത്തേക്ക് ഇതിന് വലിയൊരു വ്യാപകമായ പ്രസക്തി കിട്ടാൻ മാത്രമുള്ള കേസുകളൊന്നുമില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് CPM പ്രതിരോധത്തിലാവാനുള്ള ഒരു സാധ്യതയും ഇതിനകത്തില്ല നിലവിൽ. CPM കാരണം പിണറായി വിജയൻ പ്രതിരോധത്തിലാവാനില്ല. പിണറായി വിജയന്റെ പേരിലോ പിണറായി വിജയനായിട്ട് ഒരു രൂപ മേടിച്ചായിട്ട് എങ്ങും അക്കൗണ്ടബിൾ ആയിട്ടുള്ള മണിയില്ല. ഇനിയിപ്പം ഈ പറയുന്ന പോലെ ഈ കരിമണൽ കർത്ത പറഞ്ഞിരുന്നാലും ശരി. പക്ഷേ KC വേണുഗോപാലിനെതിരായിട്ട് BJPക്കാരുടെ തന്നെ വലിയൊരു ആരോപണം നിലനിൽപ്പുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് ശോഭാ സുരേന്ദ്രൻ നേരത്തെ ഏറ്റവും വലിയൊരു വാദം KC വേണുഗോപാൽ കരിമണൽ കർത്തയുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ BJP ശക്തമായി ആ ഒരു വാദത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ KC വേണുഗോപാലിനെതിരായി അന്വേഷണം ഉണ്ടാകാം. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ CPMനകത്തു നിന്നുള്ള പിണറായി വിജയനെയും വീണ തൈക്കണ്ടിയിൽ വീണ T ഇവരെ രണ്ടുപേരും ചുറ്റിപ്പറ്റി മാത്രമാണ് അന്വേഷണം നിൽക്കുന്നതെങ്കിൽ CPMല് UDFനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, AICC ജനറൽ സെക്രട്ടറിയും ഇതിനകത്ത് പങ്കാളിയാവും. അപ്പം ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയം എന്നുള്ള നിലയിൽ സമ്മർദ്ദത്തിലാകാൻ പോകുന്ന ഈ കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസും അല്ലെങ്കിൽ മുന്നണി എന്നുള്ള നിലയിൽ UDF ആയിരിക്കും. കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. OC ഉമ്മൻചാണ്ടി, അപ്പം വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ഒരാളല്ലേ പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് KC വേണുഗോപാൽ. അപ്പൊ ഇവർ ഏറ്റവും കൂടുതലുള്ള അവരിലേക്കാണ്. അപ്പൊ അന്വേഷണം അവരിലേക്ക് കൂടെ നീളും. അപ്പൊ ഈ പറയുന്ന പോലെ CPM പ്രതിരോധത്തിലാകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിരോധത്തിലാവാനുള്ള സാധ്യത ഈ പറയുന്ന കോൺഗ്രസ് ആണ്. ഇതിന് തുടക്കമിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി മാത്രം അന്വേഷണം നടക്കുന്നില്ല, ED അന്വേഷണം, ബാക്കി ED അന്വേഷണം നടന്നു. അതായത് ഇദ്ദേഹത്തെ വിളിച്ചു 50 മണിക്കൂറിലധികം നമ്മുടെ ഇദ്ദേഹത്തെ
രാഹുൽ ഗാന്ധിയെയും തെറ്റാണ് സോണിയാഗാന്ധിയെയും അതാണ്. ചോദ്യം ചെയ്തു. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാത്രം തൊടുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം ചോദ്യം. അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു മറുപടി എന്നുള്ള നിലയിലാണ് ഈ സാധനം പോകുന്നത്. പക്ഷേ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി മൊത്തത്തിൽ പ്രതിരോധത്തിലാവില്ല. ഇപ്പൊ പിന്നെ മറിച്ച് UDF എന്ന് പറയുന്നൊരു മുന്നണി കൂടി പ്രതിരോധത്തിലാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്.